بسم الله الرحمن الرحيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. ഏറെ ബഹുമാനാദരവുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ ദയാലുവായ പടച്ചതമ്പുരാൻ അവൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. സർവശക്തനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് യഥാവിധി നന്ദി കാണിക്കാതെ ജീവിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും എന്ന് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും അല്ലാഹു അനുഗ്രഹമായി നൽകിയിരിക്കുന്ന സമ്പത്ത് അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ തോട്ടക്കാരെ നശിപ്പിച്ച ചരിത്രം ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വിശ്വാസികളായ സഹോദരന്മാർ, സഹോദരികൾ അവരുടെ ബാധ്യതകൾ നിർവഹിക്കാതെ പോയാൽ ചിലപ്പോൾ ഈ ദുനിയാവിൽ തന്നെ പരലോകത്തെക്കാളും അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്നും ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ അല്ലാഹു ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നും നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അത്തരം ആളുകൾ ഇരുലോകത്തും ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ വളരെ ഹതഭാഗ്യരാണ് എന്ന് പറയേണ്ടതില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹം ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അല്ലാഹു ഇരുലോകത്തും രക്ഷ നൽകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് യഥാവിധി ശുക്ർ ചെയ്യാനാൽ അല്ലാഹു ശിക്ഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് പോലെ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് യഥാവിധി നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹു ഇവിടെ വെച്ച് തന്നെ രക്ഷ നൽകും, പരലോകത്തും തീർച്ചയായും രക്ഷ നൽകും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങള് നമുക്കറിയാം. നമ്മുടെ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ അല്ലാഹു നമുക്ക് കുറെ വികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു വികാരമാണ് ലൈംഗിക വികാരം എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അല്ലാഹു നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ലൈംഗികത. ഈ ലൈംഗികത അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചില വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മാസങ്ങൾക്ക് ശേഷം അത് ഡൈവോഴ്സായി പോകുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആളുകൾ അന്വേഷിക്കും, എന്തുകൊണ്ടാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് വിവാഹമോചനം നടന്നത്? അപ്പൊ അതിന്റെ ആഴത്തിലുള്ള കാരണങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഒന്നുകിൽ വിവാഹിതയായ ആ ഭാര്യക്ക് ലൈംഗികതയിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പുരുഷനായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ കേൾക്കാറില്ല. അപ്പൊ ലൈംഗികത അത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ഒരു മനുഷ്യന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത് ലൈംഗികതയിലൂടെയാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ ആനന്ദം നൽകുന്ന മക്കൾ ഉണ്ടാകുക അത് വലിയൊരു സന്തോഷവും ആനന്ദവും തന്നെയാണ്. എന്നാൽ അത് ലഭിക്കാതെ പോകുന്ന ചില ആളുകൾ ഉണ്ടാവും. അത് നമുക്ക്
ഇവിടെ പടച്ച തമ്പുരാൻ കാണിച്ചു തരുന്നത് ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ലൈംഗികത എങ്ങനെയാണ് ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഒരു മധ്യമ നിലപാടിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലൈംഗികത ഉള്ളതാണ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരു പ്രത്യേകമായ ഹോർമോണുകൾ രൂപം കൊള്ളും. ആ ഹോർമോണുകൾ രൂപം കൊള്ളുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടിക്ക് ആൺകുട്ടിയെ ആകർഷിക്കും, ആൺകുട്ടി പെൺകുട്ടിയെയും ആകർഷിക്കും. ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രായമുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അപ്പൊ ഈ ലൈംഗികത എങ്ങനെയാണ് ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തേണ്ടത്? അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന രണ്ട് തരം കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, ഒരു തരം ലിബറലിസത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ലൈംഗികത വന്നാൽ ഉണ്ടാവുന്ന ആ പ്രായമായാൽ എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങളുടെ ലൈംഗിക പൂർത്തീകരണം നടപ്പാക്കുക. അതിന് നമ്മൾ മതമോ നിയമങ്ങളോ കാഴ്ചപ്പാടുകളോ നമ്മൾ നോക്കേണ്ടതില്ല. അതിന് ചില ആധുനികമായിട്ടുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പാറി നടക്കും പക്ഷികളൊന്നും വേടി കഴിക്കാറില്ല. അതൊരു മെസ്സേജ് നൽകുകയാണ്. നമ്മുടെ ഈ യുവ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് നൽകുകയാണ്. ഇങ്ങനെ പാറി നടക്കുന്ന പക്ഷികൾ വേടി കഴിക്കാറില്ല. എന്തിനാണ് പിന്നെ ഒരു വിവാഹ ജീവിതവും അതിനൊരു കാർമ്മികത്വവും അങ്ങനെയൊക്കെ ജീവിക്കേണ്ടതുണ്ടോ? ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് എപ്പോഴാണോ ലൈംഗികത തോന്നുന്നത് ആ സമയത്ത് അതിലേർപ്പെടുക എന്നതിലപ്പുറമായി മനുഷ്യന് ഇങ്ങനെ നിയമങ്ങളും അതിർവരമ്പുകളും സൃഷ്ടിക്കേണ്ടതുണ്ടാ ഇല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പാട്ടുകൾ ഒക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ലിബറൽ ചിന്താഗതിയാണ്. അത് വിവാഹം വേണ്ട, അത് എങ്ങനെയാണോ തനിക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനുമായി അല്ലെങ്കിൽ സ്ത്രീയുമായി കൊണ്ട് തന്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ നടക്കുക. പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇന്ന് ഏറെക്കുറെ അത് ഒഴിവാക്കുകയാണ്. കാരണം ഫാദർലെസ് എന്ന് പറയുന്ന മക്കളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങള്, അതുപോലെ തന്നെ അറേബ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങള്, അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ ലിബറലിസത്തിന്റെ വലിയ കാഴ്ചപ്പാടുകളോടുകൂടി എന്തായി, അവിടെ ഇഷ്ടമുള്ള പെണ്ണുമായി ഇഷ്ടമുള്ള ആണുമായി അവന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അപ്പൊ അതിനുണ്ടാകുന്ന വിവാഹം വേണ്ട, അതിനുണ്ടാകുന്ന കുട്ടികളുടെ ഉപ്പാരാ അച്ഛനാരാ അറിയില്ല. അങ്ങനെ അച്ഛനില്ലാത്ത മക്കളായി നാടുകളിൽ മക്കളുണ്ടാകുന്ന ഒരു പ്രവണത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധികളാണ് ഒരു രാജ്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരം വിവാഹത്തിൽ നിന്നെല്ലാം മാറി നിന്ന് ആ സമയം കൂടി ഒരു സന്യാസം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട്, ഇതും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് മനുഷ്യന്റെ പ്രകൃതിയാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിൽ ലൈംഗികതയിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവന്റെ പ്രകൃതിയിൽ ഏകിച്ചേർന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ പിടിച്ചു കെട്ടി വിവാഹം വേണ്ട. അപ്പൊ കന്യാസ്ത്രീകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിവാഹത്തിൽ നിന്ന് ചില അച്ഛന്മാര്, പള്ളിയിൽ അച്ഛന്മാർ വിവാഹം കഴിക്കാതെ പോവുക, സന്യാസിമാര്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ഇതൊരു പുണ്യകർമ്മമായിക്കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് റസൂലുള്ളാഹി പറഞ്ഞത് അതെന്തിനാണ്? കണ്ണിന്റെ കട്ടുനോട്ടങ്ങള്, വേണ്ടാത്ത ആളുകളിലേക്കുള്ള നോട്ടങ്ങളെ ചിമ്മിക്കുന്നതാണ് അവന്റെ വിവാഹം. അവന്റെ ലൈംഗിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഇതിനാണ് വിവാഹം ഇസ്ലാം ഒരു പുണ്യകർമ്മമായി നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലൈംഗികത ശമിപ്പിക്കണമെങ്കിൽ അതിന്റെ പ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ, നമ്മുടെയൊക്കെ പെൺകുട്ടികള് വിവാഹത്തിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടുകയാണ്. സമയമായിട്ടില്ല. ഇത് ഒരു എന്താണ് പറയാ, ഒരു സന്തോഷകരമായ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതുപോലെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് വിവാഹം കഴിക്കുക, ഇതൊക്കെ വിവാഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ
ഈ തോന്നിയതുപോലെ ജീവിക്കുമ്പോ, തോന്നിയതുപോലെ മതനിയമങ്ങൾ അംഗീകരിക്കാതെ ജീവിക്കുമ്പോണ്ടാകുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ ഇന്ന് ഓരോ പ്രദേശങ്ങളും ഓരോ കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹ പ്രായമായി കഴിഞ്ഞാൽ അതിന് സാധിക്കുമെങ്കിൽ പുരുഷന്മാരോട് യുവാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ അവര് വിവാഹം കഴിക്കണം. ആ വിവാഹം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. മറ്റെല്ലാ ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തർലൗന ദീനഹു ഫസബ്ബിജൂഹു ഇല്ലാ അൻ തകൂന ഫിത്നത്തുൻ വഫസാദുൻ അലീം. ഒരു പെൺകുട്ടിക്ക് ഒരു ദീനിയായ ഒരു ചെറുപ്പക്കാരൻ അന്വേഷിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ആയിട്ടില്ല, ഇത് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം, ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഒരു മാതാവിന്റെയും പിതാവിന്റെയും ആഗ്രഹം തന്റെ കണ്ണടക്കുന്നതിന് മുമ്പ് തന്റെ പെൺകുട്ടിയെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സന്തോഷകരമാണ്. അവർക്ക് അവരുടെ ചിന്തകൾ പിന്നീട് അങ്ങനെയാണ് പോകുന്നത്. ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്താഗതിയില്ല. ഇത് ഞാനല്ലേ, മൈ ബോഡി മൈ ചോയ്സ്. ഇന്നിപ്പോ സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ, എന്റെ ശരീരം ഞാനല്ലേ തീരുമാനിക്കുന്നത്, അത് എന്റെ വ്യക്തിപരമായ കാര്യമല്ലേ, അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, അതിന് വാപ്പാക്ക് എന്താ കാര്യം, ഉമ്മാക്ക് എന്താ കാര്യം, രക്ഷിതാക്കൾക്ക് എന്താ കാര്യം എന്ന് പറയുന്ന ഒരു ലിബറൽ ചിന്താഗതി ഉണ്ടല്ലോ. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അഭിഹിതങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിഹിതങ്ങളായിട്ടുള്ള ഒരു നിലപാടിനോടും രാജിയാകാൻ ഇസ്ലാം തയ്യാറല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യ. അഭിഹിതമായ ഒരു ഇടപാടുമായും രാജിയാകുവാൻ ഇസ്ലാം തയ്യാറല്ല, വിശുദ്ധ ഖുർആൻ തയ്യാറല്ല. അത് പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടായാലും സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായാലും രണ്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പുരുഷന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയെ വളച്ചു പിടിക്കാനുള്ള ശ്രമമാണ് എങ്കിലും തിരിച്ചാണെങ്കിലും ഇസ്ലാം ഇത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അവിടെ കൃത്യമായ ഒരു നിലപാട് ഇസ്ലാമിലുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. അത് ഈ സമൂഹത്തിന്റെ ഭദ്രതക്ക് കുഴപ്പമാണ്, കുടുംബത്തിന്റെ ഭദ്രതക്ക് കുഴപ്പമാണ്. അവർക്ക് ചീത്തപ്പേരാണ്, ആ വ്യക്തിക്ക് ചീത്തപ്പേരാണ്, സമൂഹത്തിന് ചീത്തപ്പേരാണ്, എല്ലാവരും കുടുംബത്തിന് ചീത്തപ്പേരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാണം എന്ന് പറഞ്ഞൊന്നില്ല, പക്ഷികൾക്കില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യർക്ക് ബന്ധങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്, അവന് കടപ്പാടുണ്ട്, കടമകളുണ്ട്, അവന്റെ നാണമുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഇല്ലാത്ത വികാരമാണ്. പക്ഷെ അതിലും വ്യതിരക്തമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വ്യക്തിത്വം അറിയാവുന്ന പടച്ച തമ്പുരാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. അവിചാരിതമായി അഭിഹിതമായി ഉണ്ടാകുന്ന ഒരു ബന്ധവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു അഭിഹിത ബന്ധത്തെ കുറിച്ചുള്ള പരാമർശം സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയും ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെയുള്ള ഒരു സഹോദരിയാണ്. ഒരു സഹോദരിയാണ് പറഞ്ഞാൽ സ്ത്രീയാണ് പുരുഷനെ വശീകരിക്കുവാൻ വേണ്ടി തന്റെ ലൈംഗികതയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. ഖുർആൻ എടുത്തു പറയുന്നത് സൂറത്ത് യൂസുഫിൽ എന്ന് പറയാണ്, ആരുടെ വീട്ടിലാണോ യൂസുഫ് എന്ന ചെറുപ്പക്കാരനുള്ളത് ആ വീട്ടിലുള്ള ആ സഹോദരി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൾ തന്റെ ഇംഗിതത്തിന് വേണ്ടി വാതിലുകൾ അടച്ചു. അവള് പറഞ്ഞു, എന്റെ ഇംഗിതത്തിന് വേണ്ടി, എന്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി താങ്കൾ സന്നദ്ധനാവുക, എന്റെ അടുത്തേക്ക് വരിക. കാല മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു പറഞ്ഞു, അല്ലാഹുവിൽ രക്ഷ, അല്ലാഹുവിൽ ശരണം. ഇത് വിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീ ഒരു പുരുഷനെ ലൈംഗികതയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, പ്രവാചകന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകമായി ഖുർആൻ പറയുന്നുണ്ട്, നിലവിലുണ്ടായിരുന്ന ആ സന്ദർഭം ഉപയോഗപ്പെടുത്താനല്ല. അവരൊരു VIP ആയിരുന്നു. അവിടുത്തെ ഈജിപ്തിലെ രാജകുടുംബത്തിലെ മന്ത്രികളുടെ ഭാര്യയാണ്, കുലീനത്തിലുള്ളവളാണ്, തറവാടിത്തമുള്ളവളാണ്, പണമുള്ളവളാണ്, എല്ലാവിധ സൗകര്യങ്ങളുള്ളവളാണ്. പക്ഷേ ആരുമില്ലാത്ത സമയത്ത് അതിന് പോലും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം?
മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആനിൽ കാണുന്നു. ഖാല റബ്ബി അസ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. ആ പെണ്ണിനോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, നീ എന്തിലേക്കാണോ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം കാരാഗ്രഹമാണ്, ജയിലാണ്. ജയിലിൽ കിടക്കേണ്ടി വന്നാലും എന്റെ നിലപാടിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടുണ്ടാകേണ്ടത്. ലൈംഗികതയ്ക്ക് വേണ്ടി ഏതെല്ലാം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയല്ല, ഉള്ള സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ അഭിമാനവും തന്റെ സംസ്കാരവും തന്റെ വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി, ഒരു വിശ്വാസിനി എന്ന് നമുക്ക് പഠിപ്പിച്ചിരിക്കണം. ലൈംഗിക ജീവിതം അത് വിശുദ്ധമാകണമെന്നുള്ളത് ഖുർആനിന്റെ കാഴ്ചപ്പാടാണ്, ഇസ്ലാമിന്റെ നിലപാടാണ്. അങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. അത് മാന്യന്മാർക്കും യോജിച്ചത് അതാണ് ഖുർആന്റെ പദപ്രയോഗം. അങ്ങനെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താ? മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് തന്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഇപ്പൊ നാട്ടിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരികളാണെങ്കിൽ പോലും അവിഹിതമായ ബന്ധങ്ങളെ കുറിച്ചുള്ള പരാതികളും അതുപോലെ തന്നെ പുകമറകളും സൃഷ്ടിക്കപ്പെട്ടാൽ പോലും ആ മനുഷ്യനെ കുറിച്ചുള്ള മഹത്വം നഷ്ടപ്പെടുകയാണ്. ഇതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഞാൻ ഓതി വെച്ച സൂറത്ത് നൂറിലെ 30-31 വചനങ്ങളിൽ അല്ല പറയുന്നതാ, ഒരു മാന്യന് യോജിച്ചതല്ല. ഇത് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ. ഇതിന്റെയൊക്കെ ചീഞ്ഞു നാറുന്ന കഥകൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന്, നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശ്വാസികളോട് പറയാണ്, കുല്ലിൽ മുഅ്മിനീൻ, പറഞ്ഞു കൊടുക്കുക നബിയെ, സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പരസ്പരം ആകർഷിക്കുവാനുള്ള ആദ്യത്തെ കാരണം അവന്റെ നോട്ടമാണ്. അതുകൊണ്ട് ആ നോട്ടത്തെ പോലും നിയന്ത്രിക്കണമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ആദ്യം നോട്ടമായിരിക്കും, പിന്നീടാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രഥമഘട്ടം തന്നെ അല്ലാഹു അവിടെ കടിഞ്ഞാണിട്ടു. നോക്കുമ്പോൾ ഒരു പെണ്ണ് ഒരാണിനെ നോക്കുമ്പോൾ, ഒരാണ് പെണ്ണിനെ നോക്കുമ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ വേണം. അവരുടെ ലൈംഗിക വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കട്ടെ. അല്ലാഹു വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരോട് പറയാണ്. എന്തിനാ പറയുന്നത്? അതാണ് അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും അവരെ കുറിച്ചൊരു ലൈംഗികമായിട്ടുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ എല്ലാ മതിപ്പുകളും ഒറ്റയടിക്ക് ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുക. ഇല്ലേ? നിങ്ങൾ ആലോചിച്ചോ. അത് എവിടെയാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണിത്. അതുകൊണ്ട് അതാണ് മാന്യന്മാർക്ക് നല്ലത്, അതാണ് സംസ്കാര സമ്പന്നന്മാർക്ക് നല്ലത്. ലൈംഗികത കാത്തു സൂക്ഷിക്കണം. തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവരാണ്. ഇതേ ആയത്ത് ഈ സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്തിന് ശേഷം 31-ാമത്തെ ആയത്ത് പറയാം, പുരുഷന്മാർക്ക് മാത്രമല്ല ഇത് ബാധകം. 2 കൈ കൊണ്ട് കൂട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുക. അതുകൊണ്ട് ഖുർആൻ എടുത്തു പറയാണ്, തൊട്ടടുത്ത് കുല്ലിൽ മുഅ്മിനാത്തി, പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കുക. അവരുടെ കണ്ണുകളും അവർ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. അവരുടെ ലൈംഗിക വിശുദ്ധിയും അവർ കാത്തു സൂക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം. നമ്മളൊരു പുകമറക്കുള്ളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും ക്ലീൻ ആയിരിക്കണം. നമുക്ക് ആണെങ്കിൽ ആളുകളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആളുകളുടെ മുമ്പിൽ നമുക്ക് നല്ലവരായി ചമഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇത്തരം ഒരു ആരോപണമോ ആക്ഷേപമോ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കോ നമ്മളൊന്നുമല്ലാതെയായി തീരാം. നമ്മളല്ല, ഏതൊരു എത്ര വലിയ ഉന്നതനാണെങ്കിലും അവനൊന്നുമല്ലാതെയായി മാറുകയാണ്. കാരണം ഇത് സമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറല്ല, ഒരു കുടുംബം ഉൾക്കൊള്ളാൻ തയ്യാറല്ല, ഒരു നാട് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അത് സംസ്കാര ചുതിയാണ്. മാന്യന്മാർക്ക് പറ്റിയ പണിയല്ലത്. അവന്റെ ലൈംഗികത അവൻ സൂക്ഷിക്കേണ്ടത് സ്വന്തം ഇണകളിലാണ് എന്നുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിന് ഇതുമായി കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, പരലോകത്തിൽ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരുപാട് ആയത്തുകളുണ്ട്.
അത് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല അതിന്റെ ആമുഖമായി എടുത്തു പറയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഉറപ്പായിട്ട് പറയണം, അല്ല ഖദ്, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാ വിശ്വാസികൾ? അവരുടെ ലക്ഷണം എന്താ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. ഒന്നാമത്തെ ലക്ഷണം. എങ്ങനെയെങ്കിലും നിസ്കരിക്കല്ല, വളരെ ഖുശൂഅോട് കൂടിയായിരിക്കും അവർ നമസ്കരിക്കുന്നത്. വല്ലദീന ഹും അനില്ലാഹി മുഅ്രിദൂൻ, അതുപോലെ തന്നെ അവർ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ അവർ അവഗണിക്കുന്നവരായിരിക്കും, തിരിഞ്ഞു കളയുന്നവരായിരിക്കും. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, മൂന്നാമതെന്ന് പറയാണ് അവരുടെ സമ്പത്തിന്റെ കൃത്യമായ സക്കാത്ത് അവർ നൽകുന്നവരായിരിക്കും. ഓരാണ് വിശ്വാസി. അങ്ങനത്തെ വിശ്വാസികളാണ് വിജയിച്ചത്. എന്നിട്ട് നാലാമതെന്ന് പറയാണ് വല്ലദീന ഹും ലിഫുറൂജിഹിം മാഫിദൂൻ, ആ ആളുകൾ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. 4 ലക്ഷണമാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിജയികളാകുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കൃത്യമായി. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് അങ്ങനെയാണ്. സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ വചനമുണ്ട്. സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ വചനം. ആയത്തിറങ്ങാൻ പ്രത്യേക കാരണങ്ങളൊക്കെ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല പൊതുവെ ഖുർആനിന്റെ സംബോധന പുരുഷന്മാരോട് സംബോധന ചെയ്തുകൊണ്ടാണല്ലോ, എന്താ ഞങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങാത്തത്? ആ സമയത്താണ് സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ വചനം ഇറങ്ങിയത്. അവതരണം കുറച്ച് സുദീർഘമാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന ആയത്താണ്. തീർച്ചയായും ഓരോരുത്തരും പറയാണ് ഇന്നൽ മുഅ്മിനീന വൽ മുഅ്മിന, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, തീർച്ചയായും മുസ്ലിമായ പുരുഷനും മുസ്ലിമത്തായ പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസികളായ സഹോദരിമാർ. ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹു നബി പറയുന്നുണ്ട് വൽ ആഫിദൂന ഫുറൂജഹും വൽ ആഫിദാത്ത്, തന്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പുരുഷനും വൽ ആഫിദാത്ത്, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സഹോദരിയും വിശ്വാസിനിയും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് അഅത്തല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. കുറേ കാര്യങ്ങൾ പറയുന്നു, നോമ്പ് എടുക്കുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നു. അതിൽ ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ അടുപ്പിച്ചാണ് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ആയത്തിൽ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഹാഫിദൂന, തങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹു എടുത്തു പറയാണ്. എന്നിട്ട് പറഞ്ഞത് അഅത്തല്ലാഹു ലഹും മഗ്ഫിറ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല പാപമോചനം നൽകും. ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് മഹത്തായ പ്രതിഫലം നാളെ പരലോകത്തുണ്ടാവും. നോക്കി, അപ്പൊ ലൈംഗിക വിശുദ്ധി കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് എന്നും അള്ളാഹുവിന്റെ വിജയികളുടെ കൂട്ടത്തിലാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ സ്വർഗം തരാം. എല്ലാവരും കണ്ടീഷൻ, നിങ്ങൾക്ക് സ്വർഗം തരാം. മൻ യദ്ബലി മാ ബൈനൽ ലിയൈൻ വമാ ബൈനൽ റിജ്ലൈൻ അദ്ബലു ലഹു. നിങ്ങൾ എനിക്ക്, റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ എനിക്ക് 2 താടിയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവം കൊണ്ട് നിങ്ങൾ എനിക്ക് ജാമ്യം തരികയാണെങ്കിൽ, അഥവാ നാവ്, അതുപോലെ തന്നെ മാ ബൈനൽ റിജ്ലൈൻ 2 കാലുകൾക്കിടയിലുള്ള തന്റെ ലൈംഗിക അവയവം കൊണ്ട് എനിക്ക് നിങ്ങൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ അതുപോലെ ലഹു ജന്ന, ഞാൻ സ്വർഗ്ഗം ഉറപ്പ് തരാം, ജാമ്യം തരാം. അതൊരു ചില്ലറ കാര്യമില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സംശുദ്ധമായിട്ടുള്ള ജീവിതമായിരിക്കണം. പ്രത്യേകിച്ചും തങ്ങളുടെ ലൈംഗിക ജീവിതം അത് പറയിപ്പിക്കുന്ന രൂപത്തിൽ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ നമ്മൾ വളരെ അപമാനിതരാകും എന്നതിനപ്പുറമായി നാളെ പരലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന വിവാദങ്ങളുണ്ട്. മാത്രവുമല്ല അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പറയുന്നത് 7 വിഭാഗമാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഹദീസിൽ പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു തആല അർശിന്റെ തണൽ ലഭിക്കുന്ന ആരാധനയോ നല്ല സൗന്ദര്യവും നല്ല കുലീനത്വവും തറവാടുമുള്ള ഒരു പെണ്ണ് തന്നെ ലൈംഗിക പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ വേറെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും.
ജോലിക്കോ വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും പഠനത്തിലൊക്കെ വേണ്ടി പോകുന്നതാണ്ടോ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനല്ല വിശ്വാസി. അവിടെ നമുക്ക് പറയണം ആരും അറിയുന്നില്ല എങ്കിലും കാണുന്നില്ല എങ്കിലും. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു വിശ്വാസിക്ക് നാളെ അർശിന്റെ തമ്മിൽ പടച്ച തമ്പുരാൻ നൽകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ജീവിതം എല്ലാ നിലക്കും വിശുദ്ധമായ ഒരു ജീവിതമായിട്ടാണ് നമ്മൾ നയിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗിക ജീവിതം, ആ ലൈംഗിക ജീവിതം സംശുദ്ധമായി കൊണ്ടുപോയാൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ നൽകും എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നുകൂടി ജാഗ്രത പാലിച്ചു ആരുടെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാർഫറത്തും മർഹമത്തും ഒക്കെ തേടി മരണപ്പെടാനുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ജീവിതത്തിൽ വേണം. ഏത് പാപങ്ങളും പഠിച്ചുകൊണ്ട് നമുക്ക് പുറത്തു തരും. ആ ഒരു ചിന്തയോടുകൂടി നല്ല ഒരു ജീവിതം നമ്മളെ പറയിപ്പിക്കാതെ, നമുക്ക് അപമാനമാണ്, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്, നമ്മുടെ നാടിന് അപമാനമാണ്. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു സംഘടനയുണ്ടോ, രാഷ്ട്രീയമാകട്ടെ മറ്റാകട്ടെ ഏതാണെങ്കിലും, ആ സംഘടനക്കൊക്കെ അപമാനകരമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹി വബറക. സ്നേഹിതരായ കാൽവന്മാരെ, ജ്യേഷ്ഠാന്യന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കലൂടെ ഉണർത്തുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ ലൈംഗികത, അല്ലെങ്കിൽ നമ്മുടെ പൗരുഷവും നമ്മുടെ സ്ത്രീത്വവും. അപ്പൊ ഇത് രണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ജീവിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ജീവിച്ചാൽ നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽപ്പെടും. മാത്രമല്ല ദുന്യാവിനും അള്ളാഹു നമ്മളെ രക്ഷിക്കുന്നു. ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ദുന്യാവിനും അള്ളാഹുവിനോട് ചെയ്യും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധിക്കാരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദുന്യാവിനെ അള്ളാഹു ശിക്ഷിക്കും. എന്നാൽ ലൈംഗികതയിൽ വിശുദ്ധി കാത്ത് ജീവിക്കുകയാണെങ്കിൽ ദുന്യാവിൽ തന്നെ അള്ളാഹു തആല നമുക്ക് ഖൈറുകൾ. മഹാനായ പ്രവാചകൻ പറഞ്ഞ ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗുഹയിൽ 3 നല്ല മനുഷ്യന്മാർ അകപ്പെട്ടു. അവരുടെ ഗുഹാമുഖം വലിയ ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞു. പക്ഷെ ആ പാറക്കല്ല് നീക്കുവാൻ അവർക്ക് യാതൊരു രക്ഷയുമില്ല. ആരും 3 ആൾ നീക്കിയിട്ട് നീങ്ങുന്നില്ല. ഇത് പ്രവാചകൻ നമുക്ക് കൃത്യമായി പറഞ്ഞിരുന്ന സംഭവമാണ്. അങ്ങനെ ഓരോരുത്തരും അവസാനം എന്ത് തീരുമാനിച്ചു? ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനം, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ട്, തവസ്സുലാക്കിക്കൊണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്ന അമലുകൾ തവസ്സുലാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നോക്കാം. വിളിച്ചാലും ആരും കേൾക്കാല്ല. അങ്ങനെ ഓരോരുത്തരും ചെയ്ത അമലുകൾ മുൻനിർത്തിക്കൊണ്ട്, പഠിച്ചോനെ ഞാൻ അന്ന് ആ പ്രവർത്തനം ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വല്ലാത്തൊരു അടങ്ങുകളാണ് ഇവിടെ പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ നിന്ന് രക്ഷപ്പെടുത്താം. അതിൽ ഒരാൾ പറഞ്ഞത് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. വക്കാല ലാഹർ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നതു അമ്മി. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു. കാനത്ത് അഹബ്ബൻ നാസി ഇലയ്യ, എനിക്ക് അവളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് കുന്തു ഉഹിബ്ബുഹാ കഅശദ്ദി മാ യുഹിബ്ബു റിജാലു നിസാ. ഒരു ആണ് ഒരു പെണ്ണിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ, എത്രമാത്രം പ്രേമിക്കുന്നുവോ, അത്രമാത്രം എനിക്കോളെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കോളെ ലൈംഗിക ബന്ധത്തിന് താല്പര്യമായിരുന്നു. അതിനാണ് അർത്ഥം. ഇങ്ങനെ ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ഞാൻ അവളോട് പല പ്രാവശ്യം ഇതിനാവശ്യപ്പെട്ടു, പക്ഷെ അവൾക്ക് സമ്മതിച്ചു. അവസാനം അവൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നു. ഞാൻ അത്യാവശ്യം പണക്കാരനായിരുന്നു. അങ്ങനെ ആ പിതൃവ്യ പുത്രി എന്റെ അടുത്ത് വന്ന് പണം ചോദിച്ചു, കടം വായ്പ ചോദിച്ചു. അങ്ങനെ ഞാൻ അവൾ ആവശ്യപ്പെട്ട പണം കൊടുത്തു. പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, നീ എനിക്ക് കീഴൊതുങ്ങണം, നീ എനിക്ക് വഴങ്ങണം. ആ പെൺകുട്ടി അതിനുവേണ്ടി തയ്യാറായി. കാരണം അത്രയും സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ ഹദീസ് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ അതിന്റെ മുഹൂർത്തമായപ്പോ
ആ സഹോദരി ഈ മനുഷ്യനോട് പറയാണ്, സഹോദര, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അന്യായമായി നീ എന്റെ മുദ്ര പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ അതിൽ നിന്നും ഞാൻ അവളിൽ നിന്നും അകന്നു മാറിപ്പോയി. ഇത് അല്ലാഹുവിനോട് ഇങ്ങനെ പറയണം, അല്ലാഹ് അറിയാത്തല്ല. അങ്ങനെ ആരുമില്ലാത്ത എല്ലാ സന്ദർഭവും ഒത്തണങ്ങിയ എനിക്ക് തന്റെ ആ പെൺകുട്ടി എനിക്ക് വിധേയമായപ്പോൾ അവളുടെ വാക്ക് ഇത്തക്കില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന വാക്ക് കണ്ടപ്പോൾ ഞാൻ പോയി. അദ്ദേഹം പറയാണ്, പടച്ചവനെ, അന്ന് ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും മാറി നിന്നത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ നീ എന്ത് ചെയ്യണം? ഞാൻ ഈ അകപ്പെട്ടിരിക്കുന്ന, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ മാറ്റണം. പ്രവാചകന്റെ ഹദീസ് പറയാണ്, ആ പാറ കുറച്ചുകൂടി നീങ്ങിപ്പോയി. ഇതൊരു കഥ പറഞ്ഞതല്ല. ദുന്യാവിൽ തങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനെ ദുന്യാവിൽ തന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇത് നമ്മൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ പാടാറ്, നമുക്ക് പാടാറ് എന്താണ്? പടച്ച തമ്പുരാനോട് നമ്മൾ കുടുങ്ങിയ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെ കൊടുക്കും. ആ കുടുങ്ങുന്ന സാഹചര്യത്തിൽ പടച്ചോനെ, ഞാൻ അന്ന് ചെയ്തിരിക്കുന്ന പ്രവർത്തനം നിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് നീ രക്ഷപ്പെടണം. ചിലപ്പോ ഡോക്ടർമാർ പറയും ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു മാർഗമില്ല പറയും. ചിലപ്പോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പടച്ചോനോട് നൊന്ത് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ഞാൻ പുലർന്നില്ല, ഇപ്പൊ ഞാനൊരു ബുദ്ധിമുട്ടിലാണ്, നീ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ ഇത്തരം ആംബലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരും കാണാത്തതാണെങ്കിലും റബ്ബേ, നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ആ ചെയ്തിരിക്കുന്ന അമല് മുൻനിർത്തിക്കൊണ്ട് എന്റെ ഈ പ്രയാസം, എന്റെ കുടുംബത്തിന്റെ ഈ ബുദ്ധിമുട്ട്, എന്റെ മക്കളുടെ പ്രയാസം നീ നീക്കി തരണമേ എന്ന് പറഞ്ഞാൽ അല്ലാഹു നീക്കിത്തരും. പരലോകത്തിലല്ല, ഈ ദുന്യാവിൽ. അതുകൊണ്ട് ദുന്യാവിൽ തന്നെ ഉപകാരപ്രദമാകുന്ന അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എത്ര വലിയ തെറ്റുകളാണെങ്കിലും പടച്ചവൻ നമുക്ക് പൊറുത്തു തരും. അവനോട് പൊറുക്കൽ തേടുക. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എത്ര വലിയ പാപങ്ങളാണെങ്കിലും നീ ഞങ്ങൾക്ക് പൊറുത്ത് മാപ്പാക്കി തമ്പുരാൻ. ഞങ്ങളുടെ എത്ര ചെറിയ സൽപ്രവർത്തനങ്ങളാണെങ്കിലും നാളെ പരലോകത്ത് അമൽ സ്വാലിഹാത്തുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, അല്ലാഹുവേ, അവർക്ക് നിമാഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കൂട്ടത്തിൽ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരികൾ, റബ്ബേ കാരുണ്യവാനായ നാഥ, ആ സഹോദരന്മാരുടെ സഹോദരികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാൻ. കത്തിയാളുന്ന നരകാഗ്നിയിലും കബൂർ ശിക്ഷയിലും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا دعاءنا انك انت السميع العليم.